എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാസ്തേൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ എപ്പോഴും നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇപ്രാവശ്യം ഒരു പാസ്ത ഉണ്ടാക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വിശദമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇവിടെ നമ്മളിതിന് ചിക്കൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കനല്ല നമ്മുടെ കയ്യിൽ പ്രോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ അടുത്ത് ചിക്കനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഇത്തിരി ഉപ്പുപൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് നമുക്കിപ്പം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട കേട്ടോ. അത് ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ബട്ടറിലേക്ക് ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ആ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ടൊരു 3-4 മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നോക്ക്, ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലോണം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് വറ്റി വരുന്നിടം വരെ ആ ബട്ടറിൽ അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്പാഗത്തിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ടൊമാറ്റോ പ്യൂരിയും പിന്നെ 2 ടീസ്പൂൺ ഗാർലിക് പൗഡറും എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ, റെഡ് ചില്ലി പൗഡർ, സോൾട്ട്, പിന്നെ 1 ടേബിൾ സ്പൂണ് ഷുഗറും. ഷുഗർ നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ടായി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ആ ബട്ടറിൽ കിടന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും. ആ വെളുത്തുള്ളിയുടെ കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും ചേർത്ത് കൊടുക്കാം. ആ സബോളയുടെ കളർ ഒരു ചെറുതായിട്ട് മാറി വരുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ വെളുത്തുള്ളി സബോളയൊക്കെ നന്നായിട്ട് ബട്ടറിലൊന്ന് സോട്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ പീസസ്, അതും കൂടി ബട്ടറിലേക്ക് ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ പീസസ് എല്ലാം കൂടെ നമുക്ക് ബട്ടറിലൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് സിമ്മിൽ വേണം കേട്ടോ ഫ്ലെയിം ഇരിക്കാനായിട്ട്. എന്നിട്ട് അത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ചെറുതായിട്ട് കട്ടിയാവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം.
നമ്മുടെ ഈ മിക്സ് ഒരുവിധം കട്ടിയായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഈ പ്യൂരി ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. കണ്ടാ, നമ്മൾ ആ ടൊമാറ്റോ പ്യൂരി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സോസിൻ്റെ കളർ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാശ്മീരി ചില്ലി തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഗാർലിക് പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് ഗാർലിക് പൗഡർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സോസ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സ്പാഗത്തി വേവിച്ചെടുക്കാം. ഈ സ്പാഗത്തി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം നല്ലോണം തിളപ്പിക്കുക. വെള്ളം ഒരുവിധം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സ്പാഗത്തിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സ്പാഗത്തിയും ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ സ്റ്റിക്കി ആവുമൊന്നുമില്ല, എങ്കിലും നമ്മൾ ഇടയ്ക്ക് അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സ്പാഗത്തി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സോസ് നേരത്തെ ഉണ്ടാക്കിയപ്പോൾ നമ്മളതിൽ ഉപ്പും പിന്നെ ആ ഒരു പിഞ്ച് മധുരവും നമ്മൾ ചേർത്തിട്ടില്ല. അത് ഇനി വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സ്പാഗത്തി ഈ സോസിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ നിങ്ങൾക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അത്ര ടേസ്റ്റ് ഉണ്ട് ഈ പാസ്ത. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.